അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാഹി മാഷാ അല്ലാഹ് ലാ ഖുവത ഇല്ലാ ബില്ലാഹ്. അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ വഅലാ ആലി സയ്യിദിനാ വമൗലാനാ മുഹമ്മദ്. അൽഹംദുലില്ലാഹ്. അല്ലാഹുവിൻ്റെ അപാരമായ നിഅമത്ത് കൊണ്ട് നാമൊക്കെ തന്നെ പരിശുദ്ധമായ ദുൽഹിജ്ജയിലെ ഏറ്റവും അഫ്ളലായ ഒരു കൊല്ലത്തിൽ ഏറ്റവും ശ്രേഷ്ഠമാക്കപ്പെട്ട പ്രത്യേകിച്ച് വെള്ളിയാഴ്ച എന്ന് പറയുന്ന മനോഹരമായ സുദിനത്തിൻ്റെ പകലിലാണ് ഒരുമിച്ച് കൂടിയിട്ടുള്ളത്. ഇതേപോലെ നമ്മുടെ വേണ്ടപ്പെട്ടവരോടൊന്നിച്ച് പ്രത്യേകിച്ച് നമ്മുടെ അൻവാർ ഹഫീസിൻ്റെ കുടുംബത്തിലെ എല്ലാവർക്കും, എല്ലാ മുഅ്മിനീങ്ങളും മുഅ്മിനാത്തുകൾക്കും ജന്നത്തുൽ ഫിർദൗസിൽ ഒരുമിച്ച് കൂടാൻ അള്ളാഹു ഭാഗ്യം നൽകട്ടെ. നമ്മുടെ പ്രയാസങ്ങൾ, വിഷമങ്ങൾ, കടങ്ങൾ, രോഗങ്ങൾ എല്ലാം അള്ളാഹു മാറ്റി തരട്ടെ. നമ്മുടെ ക്ലാസ് മുടങ്ങാതെ കേൾക്കുന്ന, കമൻറ്റിൽ സന്തോഷം പറയുന്ന, കൽബ് നിറച്ച് ദുആ ചെയ്യുന്ന എല്ലാവർക്കും ഖൈറും ബർക്കത്തും നൽകട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. അൽഹംദുലില്ലാഹ്. പ്രിയപ്പെട്ടവരെ, പറഞ്ഞതുപോലെ ഏറ്റവും അഫ്ളലായ ഒരു വർഷത്തിലെ പരിശുദ്ധമായൊരു പകലിലാണ് നമ്മൾ ഒരുമിച്ച് കൂടിയിട്ടുള്ളത്. ഈ പ്രഗത്ഭമായ ദിവസത്തിൽ 10,000 ദിവസത്തിൻ്റെ മഹാത്മ്യമുണ്ടെന്ന് സ്വഹാബത്ത് പറഞ്ഞ ഈ അറഫാ ദിനത്തിൻ്റെ മഹത്വം മുഴുവനും സ്വായത്തമാക്കാൻ ഇന്നലത്തെ രാവിലെ നമ്മൾ ചെയ്യേണ്ട പ്രധാനപ്പെട്ട കാര്യങ്ങളെക്കുറിച്ച് സൂചിപ്പിച്ചു. എന്തെങ്കിലും കാര്യങ്ങൾ, അമലുകൾ ഇന്നലെ മിസ്സായി പോയിട്ടുണ്ടെങ്കിൽ ഇന്ന് മഗ്‌രിബിന് മുമ്പായി അത് നമുക്ക് വീണ്ടെടുക്കാവുന്നതാണ്. പോരിശയാക്കപ്പെട്ട സമയം നമ്മുടെ മുന്നിൽ വളരെ സന്തോഷകരമായി നിലനിൽക്കുകയാണ് എന്ന് ഓർമ്മപ്പെടുത്തുന്നു. പ്രിയപ്പെട്ടവരെ, ഈ പരിശുദ്ധമായ സുദിനത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ പുണ്യ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നുണ്ട്, അറഫാ ദിനത്തിൽ എല്ലാ മുഅ്മിനീങ്ങൾക്കും പടച്ചവനെ നീ പുറത്തു കൊടുക്കണം എന്ന് പറയുന്നുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല ചില നിബന്ധനകൾ, ഉപാധികൾ പറയുന്നുണ്ട്. അവസാനം എല്ലാ ഉപാധികളും മാറ്റിവെച്ച് എല്ലാവർക്കും പുറത്തു കൊടുക്കാം, എല്ലാ മുഅ്മിനീങ്ങൾക്കും മുഅ്മിനാത്തുകൾക്കും എന്ന് അള്ളാഹുവിൻ്റെ വഹി വരുന്നുണ്ട് പുണ്യ റസൂലിൻ്റെ മുന്നിൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പോൾ എല്ലാവർക്കും പുറത്തു കൊടുക്കാമെന്ന് പറയുന്ന വഹി, പരിശുദ്ധമായ ദുൽഹിജ്ജ 9 അറഫാ ദിനത്തിന് മാപ്പ് കൊടുത്തേക്കാം എന്ന് പറയുന്ന വഹി വന്നപ്പോൾ ഇബ്ലീസ് ലഅനത്തുല്ലാഹി അലൈഹി ആകെ തകർന്ന് തരിപ്പണമായി, ഭയങ്കര പ്രശ്നമായി. മണ്ണ് വാരിയെടുത്ത് തലയിലേക്ക് വലിച്ചെറിയുന്നുണ്ട്. എന്നിട്ട് നാശത്തിൻ്റെ വേദനയുടെ പ്രയാസപ്പെടുന്നതായി കണ്ടപ്പോൾ ഫളഹിക റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചിരിച്ചു എന്ന് കാണാം. അവിടുത്തെ പുഞ്ചിരി തൂകുന്നത് കണ്ടപ്പോൾ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹു വന്ന് ചോദിക്കുന്നുണ്ട്, നബി എന്തിനാ ചിരിക്കുന്നത്? ഇന്നത്തെ ഇബ്ലീസിൻ്റെ അവസ്ഥ കണ്ട് ചിരിച്ചതാണ്. എങ്ങനെ ഇബ്ലീസ് കരയാതിരിക്കുക? എങ്ങനെയാ മണ്ണുവാരി തലയിലേക്ക് ഇടാതിരിക്കുക? അറഫാ ദിനത്തിൻ്റെ അന്ന്, വെള്ളിയാഴ്ച ആകണമെന്നില്ല, നോർമൽ അറഫാ ദിനത്തിൻ്റെ അന്ന്, വെള്ളിയാഴ്ച കൂടെ ആയാൽ നൂറുന്നലാ നൂർ, പിന്നെ അവിടെ വർത്താനില്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല എല്ലാ മുഅ്മിനീങ്ങൾക്കും പാപം പൊറുക്കുന്നത് കണ്ടിട്ട്, കാരണം എല്ലാവരും ചോദിച്ചുകൊണ്ടിരിക്കുക, അല്ലാഹുവേ എൻ്റെ ദോഷങ്ങൾ പൊറുക്കണേ അല്ലാ, എനിക്ക് അഫു നൽകണേ അല്ലാ, മാപ്പ് നൽകണേ അല്ലാ, ഞാൻ ഒരുപാട് തെറ്റ് ചെയ്തു പോയവളാണ്, തെറ്റ് ചെയ്തു പോയവനാണ് റബ്ബേ, നീ വെള്ളിയാഴ്ചയുടെയും അറഫാ ദിനത്തിൻ്റെയും ബറക്കത്ത് കൊണ്ട് എനിക്ക് മാപ്പാക്കണേ അല്ലാ, അങ്ങനെ ചോദിച്ചുകൊണ്ടിരിക്കുക. അപ്പോൾ അല്ലാഹു എല്ലാവർക്കും പുറത്തു കൊടുത്തുകൊണ്ടിരിക്കുക. എന്നാലോചിച്ച് നോക്കി, ഒരു 50 വയസ്സായ, 60 വയസ്സായ, 90 വയസ്സായ ഉപ്പയ്ക്ക്, ഉമ്മയ്ക്ക് അള്ളാഹു ഒറ്റ ചോദ്യം കൊണ്ട്, ദുആ കൊണ്ട് പുറത്തു കൊടുക്കുകയാണ് തെറ്റുകൾ മുഴുവനും. അപ്പോൾ 50, 60, 90 വർഷക്കാലം ഈ മനുഷ്യൻ്റെ പിന്നാലെ നടന്ന് സമയം മുഴുവൻ വേസ്റ്റ് ചെയ്ത് പുറകെ നടന്നിട്ട് തിന്മകൾ ചെയ്യാൻ വേണ്ടിയിട്ട് പ്രേരിപ്പിച്ചു, അബദ്ധങ്ങൾ ചെയ്യിപ്പിച്ചു, അല്ലെങ്കിൽ അബദ്ധത്തിൻ്റെ കുഴിയിലേക്ക് ചാടിച്ചു. എന്നിട്ട് ഇത്രയും വർഷക്കാലം പുറകെ നടന്ന എൻ്റെ അധ്വാനം ഒറ്റ വാക്കുകൊണ്ട്, ഒരു സെക്കൻഡ് കൊണ്ട് അവർ നിർവീര്യാക്കി കളഞ്ഞല്ലോ. ഇത്രയും വർഷത്തെ പാപം അള്ളാഹു ഒരു നിമിഷം കൊണ്ട് പുറത്തു കൊടുത്തില്ലേ? അവർ കരഞ്ഞു പറഞ്ഞപ്പോൾ, അത് കേട്ടപ്പോൾ, ആ ഒരു വലിയ ഓഫർ കണ്ടപ്പോൾ ഇബ്ലീസ് വേദനിച്ചു പോയി എന്ന് പുണ്യ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പോൾ ഇബ്ലീസ് ഇതേപോലെ മാ റുഇയ ശൈത്വാനു ഫീ യൗമിൻ അസ്ഗറ വലാ അഹ്ഖറ വലാ അഗ്യല എന്നൊക്കെ ഹദീസിൽ കാണാം. അതായത് ഇബ്ലീസ് ഏറ്റവും കൂടുതൽ ക്ഷീണിച്ചവനായി, ദേഷ്യപ്പെട്ടവനായി, കണ്ണെല്ലാം ചുവന്ന് തുടുത്ത് ഭയങ്കര കോപിഷ്ഠനായി, ചെറുതായി, നിസ്സാരനായി പോകുന്ന ഒരു ദിവസം അറഫ പോലെ വേറെ ഇല്ല. കാരണം എന്താ? അവൻ്റെ അധ്വാനം മുഴുവൻ പാഴാകുകയാണ്, എല്ലാ കർമ്മങ്ങളും നശിച്ചുപോയി, അവൻ്റെ വർക്കൗട്ട് മുഴുവൻ തകർന്നുപോയി എന്ന് പറയുന്ന പോലെ. പ്രിയപ്പെട്ടവരെ, ഇന്ന് അള്ളാഹു മാപ്പ് കൊടുക്കുന്ന ദിവസം, പ്രത്യേകിച്ച് വെള്ളിയാഴ്ച കൂടെ അല്ലേ, നമ്മുടെ മനസ്സ് തുറന്ന അള്ളാഹുവിനോട് ഏറ്റവും പ്രധാനപ്പെട്ട അറഫയുടെ അമലെന്താണെന്നറിയോ? എന്താ അറഫയുടെ അമൽ? നിസ്കാരം എല്ലാ ദിവസവും വേണ്ടതല്ലേ? അത് അറഫയിൽ പ്രത്യേകമല്ലല്ലോ. ഇന്ന് ഏറ്റവും പ്രധാനപ്പെട്ട് വേണ്ടത് ദുആയാണ്. അഫ്ളലു ദുആഇ യൗമ അറഫ, ഏറ്റവും ശ്രേഷ്ഠമായ ദുആ അത് അറഫയുടെ ദുആയാണ് എന്നാണ്. പ്രത്യേകിച്ച് ഇന്ന് അസ്ർ കഴിഞ്ഞിട്ടുള്ള ദുആ ഉണ്ടല്ലോ, എൻ്റെ റബ്ബേ എന്തൊരു മഹത്വമാണ്.
അറഫാ ദിനത്തിൻ്റെ അന്ന് അസർ കഴിഞ്ഞാൽ ഇമാം ശർവാനി തങ്ങളൊക്കെ കൃത്യമായി രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഹസൻ ബസ്രി റളിയല്ലാഹു അൻഹു 300ഓളം സ്വഹാബികളെ കണ്ട സയ്യിദുന ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു തആല അൻഹുവിൻ്റെ പിന്നിലൊക്കെ നിസ്കരിക്കാൻ ഭാഗ്യം ലഭിച്ചു എന്ന് പറയുന്ന 70ഓളം ബദരീങ്ങളായ സ്വഹാബികളെ കോണ്ടാക്ട് ചെയ്തിട്ടുള്ള മഹാനായ ഹസൻ ബസ്രി റളിയല്ലാഹു അൻഹു താബിഈങ്ങൾ പ്രമുഖനാണ്. ആ മഹാനവറുകൾ അടക്കം ഇബ്നു അബ്ബാസ് റളിയല്ലാഹു തആല അൻഹുമ അടക്കം പരിശുദ്ധമായ അറഫ ദിവസത്തിൻ്റെ അന്ന് ഓരോ നാട്ടിലും ദുൽഹിജ്ജ 9 അതാണ് അറഫ. ആ ദിവസത്തിൻ്റെ അന്ന് അങ്ങ് പരിശുദ്ധമായ ഹറമൈനിയുടെ മണ്ണിൽ അല്ലെങ്കിൽ അറഫായുടെ മണ്ണിൽ മാത്രമല്ല പ്രിയപ്പെട്ടവരെ അറഫ ഉള്ളത്. പിന്നെയോ ലോകത്ത് മുഅ്മിനീങ്ങൾ താമസിക്കുന്ന ഓരോ നാടുകളിലും അറഫയുണ്ടാകണം, അറഫ സംഗമങ്ങൾ ചേരണം എന്ന് പറഞ്ഞാൽ ഒരുമിച്ച് കൂടി മുഅ്മിനീങ്ങൾ ഓരോ നാട്ടിലും വീട്ടിലും മഹല്ലത്തിലും പ്രത്യേകിച്ച് ദുആ ചെയ്യണം. അതിന് വല്ലാത്ത മഹത്വമാണ്, അത് വലിയ നന്മയാണ് എന്ന് ഉലമാ രേഖപ്പെടുത്തിയിട്ടുണ്ട്. എൻ്റെ വകയല്ല, ഇത് കേട്ടിട്ട് ഒരാൾക്കും പിന്നെ വയറിന് പ്രയാസം ഉണ്ടാകണ്ട, ദഹനക്കേടുണ്ടാകണ്ട, എൻ്റെ വകയല്ല. എല്ലാ നാട്ടിലും പരിശുദ്ധമായ അറഫ സംഗമങ്ങൾ നടക്കണം. എന്തിനാണ് നമ്മൾ പ്രയാസപ്പെടുന്നത്? കാരണം ഏറ്റവും ഇജാബത്തുള്ള അറഫ ആ ദിവസത്തിൻ്റെ നേരം വെള്ളിയാഴ്ച അസർ കഴിഞ്ഞ നമ്മുടെ ഇന്നത്തെ ദിവസത്തിൻ്റെ നേരമാണ്, അല്ലെങ്കിൽ അറഫ ദിവസത്തിന് അസർ കഴിഞ്ഞ നേരമാണ്. ഈ നേരത്ത് പരമാവധി ദുആയിൽ എൻഗേജഡ് ആകണം. അല്ലാഹു സുബ്ഹാനഹു വ തആല എന്തും തരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. പ്രത്യേകിച്ച് വെള്ളിയാഴ്ച അസർ കഴിയുമ്പോൾ ദുആക്ക് പ്രത്യേക ഇജാബത്തുണ്ട്. അതോടൊപ്പം അറഫയും കൂടെ ഇരട്ടി മധുരം സമ്മേളിച്ച നേരത്ത് ദുആ ചെയ്യുന്ന കാര്യത്തിൽ പ്രിയപ്പെട്ടവരെ പിശുക്ക് വേണ്ട. ഒരിക്കലും വഹാബികളുടെ വാക്ക് കേട്ടിട്ട് അങ്ങനെയൊന്നുമില്ല, അങ്ങനെ ദുആ ചെയ്യേണ്ട കേസില്ല, എന്തിനാ ഒരുമിച്ച് കൂടുന്നത്, ഒറ്റക്കായാൽ പോരെ എന്നുള്ള അബദ്ധത്തിൽ ഒരാളും പെടാൻ പാടില്ല. കാരണം ഒരാൾ ഒറ്റക്ക് ദുആ ചെയ്യുന്നത് പോലെയല്ല ഇജാബത്തിൻ്റെ മാറ്റു കൂടുന്നത്. ഒരാൾ കൂടെ ഉണ്ടാകുമ്പോൾ ഇല്ല അജാബഹും അല്ലാഹു തആല, പിന്നെ ആ ദുആക്ക് ഇജാബത്ത് ഉണ്ടാതെ പോകില്ല എന്ന് പരിശുദ്ധ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഹദീസിൽ കാണാം, സ്വഹീഹായ ഹദീസിൽ കാണാം. അപ്പോൾ തീർച്ചയായിട്ടും പ്രിയപ്പെട്ടവരെ, മുഅ്മിനീങ്ങൾ പരമാവധി ദുആയിൽ ഉപയോഗപ്പെടുത്തേണ്ട നേരമാണ്. പ്രത്യേകിച്ച് ബിസ്മില്ലാഹി മാഷാ അല്ലാഹ് ലാ ഖുവത ഇല്ലാ ബില്ലാഹ് മാഷാ അല്ലാഹ് കുല്ലു നിഅമത്തിൻ മിനല്ലാഹ് മാഷാ അല്ലാഹ് അൽ ഖൈറു കുല്ലുഹു ബിയദില്ലാഹ് മാഷാ അല്ലാഹ് ലാ യസ്രിഫു സൂഅ ഇല്ലല്ലാഹ്. അല്ലാഹു ഇല്ലാതെ, അല്ലാഹുവിൻ്റെ അറിവോടെ അല്ലാതെ ഒരു പ്രയാസം ഉണ്ടാവില്ല. അള്ളാഹുവിൻ്റെ കഴിവുകൊണ്ടല്ലാതെ ഒരു കഴിവില്ല. അള്ളാഹുവിൻ്റെ ഭാഗത്തു നിന്നല്ല ഒരു ഖൈറുണ്ടാകില്ല. ഒരു നന്മയും അള്ളാഹുവിനല്ലാതെ തരാൻ പറ്റില്ല. തന്നെ ഈ ഒരു ദിക്ർ പ്രിയപ്പെട്ടവരെ മഹാന്മാരായ ഇന്ന് ജീവിച്ചിരിക്കുന്ന അമ്പിയാക്കളുടെ ദിക്റാണ്. പ്രത്യേകിച്ച് ഖളർ നബി അലൈഹിസ്സലാത്തു വസ്സലാമിൻ്റെ സ്പെഷ്യൽ ദിക്റായിട്ട് കിതാബിൽ കാണുന്നുണ്ട്. ഈ ദിക്ർ ഇന്ന് അസർ കഴിഞ്ഞിട്ട് 100 വട്ടം ചൊല്ലിയിട്ട് പ്രിയപ്പെട്ടവരെ നമ്മൾ ദുആ ചെയ്യാൻ വേണ്ടി ഒരുങ്ങിയാൽ അർശിൻ്റെ മുകളിൽ നിന്ന് അള്ളാഹു വിളിച്ചു പറയും അത്രേ, അല്ലയോ ദാസാ ദാസി, നീ എന്നെ തൃപ്തിപ്പെടുത്തിയിരിക്കുന്നു. അള്ളാഹു പറയാൻ, എൻ്റെ പൊരുത്തം നിനക്കുണ്ട്, നീ ഇഷ്ടമുള്ളത് ചോദിച്ചോ, ഞാൻ തരാം എന്ന്. ഈ ദിക്റിൻ്റെ പവർ. അതുകൊണ്ട് തീർച്ചയായിട്ടും പ്രിയപ്പെട്ടവരെ ഈ ദിക്ർ ചൊല്ലാൻ മറക്കരുത്. നിസ്കാരം പറ്റാത്ത മൂമെൻറ്റിലും ഉമ്മമാർക്ക് ഒരു കുഴപ്പമില്ലാതെ വളരെ ഫ്രീഡത്തോടു കൂടെ ഓതാൻ പറ്റിയ പരിശുദ്ധമായ ദിക്റാണ്. ഇപ്പോൾ ഖുർആൻ ഓതാൻ പറ്റാത്ത, നിസ്കരിക്കാൻ പറ്റാത്ത, അല്ലെങ്കിൽ സൂറത്തുകൾ പ്രധാനപ്പെട്ടത് ഓതാൻ പറ്റാത്തൊരു PDC ഒരുപാട് ഉമ്മമാർ പ്രയാസപ്പെടുന്നുണ്ട്. ബോധിഷ്യാക്കപ്പെട്ട ദിവസമാണ്, ഒരു കൂലിയും കുറയില്ല. തന്നെ ഈ ദിക്റാണ് ആത്മാർത്ഥമായിട്ട് 100 വട്ടം ചെയ്യുക. എന്നിട്ട് അങ്ങോട്ട് ദ്വാരക്കുക, എല്ലാ കാര്യങ്ങളും ചോദിക്കുക. മിനിമം അല്ലാഹുമ്മ ഇന്നി അസ്അലുക്കൽ അഫ്വ വൽ ആഫിയത ഫിദ്ദുനിയ വൽ ആഖിറ. ഈ ദുആ മിനിമം നിസ്കാരമുണ്ടെങ്കിൽ നിസ്കാരത്തിൻ്റെ സുജൂദിലൊക്കെ, അല്ലെങ്കിൽ ഈ ദിക്ർ ചൊല്ലിയിട്ട് ആ ദിക്റിന് ശേഷം ഇന്നത്തെ അസ്ർ കഴിയുമ്പോൾ ഒരുങ്ങിയാൽ അത്ഭുതങ്ങൾ നമുക്ക് ഇന്ന് തന്നെ കാണാം, നാളെ ആകണ്ട. ഇജാബത്ത് ഉടൻ ഇറങ്ങുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ദിവസമാണ്. അപ്പോൾ കഴിവിൻ്റെ പരമാവധി പ്രിയപ്പെട്ടവരെ ഉപയോഗപ്പെടുത്താം. പിന്നെ നമ്മൾ ഇന്നത്തെ പകലിൽ എടുത്തിരിക്കുന്ന നോമ്പില്ലേ, അത് വലിയ കൂലിയാണ്. പരിശുദ്ധ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സംസാരിക്കട്ടെ, കസ്രിയാമി അൽഫിയവും, 1000 ദിവസത്തെ നോമ്പിൻ്റെ കൂലിയാണ്. 3 കൊല്ലം നോമ്പ് പിടിച്ച കൂലിയാണ് കയറാൻ പോകുന്നത്. മാത്രമല്ല കഫാറത്തു സനത്തൈൻ, 2 കൊല്ലത്തെ പാപങ്ങൾ കരിഞ്ഞു പോകാൻ ഈ പരിശുദ്ധമായ നോമ്പ് കൊണ്ട് മതിയാകും എന്ന്. സാധാരണ നോമ്പ് പിടിച്ചാൽ നമ്മുടെ ചെറുപാപങ്ങൾ മാത്രമേ പോകൂ, എന്നാൽ ഈ നോമ്പോടുകൂടെ വൻപാപങ്ങൾ വരെ കരിഞ്ഞു പോകും എന്ന് പറഞ്ഞ ഉലമാക്കളുമുണ്ട്. വൻപാപങ്ങൾ കരിഞ്ഞു പോകണമെങ്കിൽ കറകളഞ്ഞ തൗബ വേണം, മനസ്സ് കരഞ്ഞ് തൗബ ചെയ്യണം, എങ്കിലേ വൻപാപം പൊറുക്കൂ. ഇവിടെ ഈ നോമ്പ് കൊണ്ട് തന്നെ പൊറുക്കും എന്ന് പറഞ്ഞ ഇരിക്കാൻ പാടില്ല. മനസ്സുകൊണ്ട് നമ്മൾ ആത്മാർത്ഥമായി കരഞ്ഞ് തൗബ ചെയ്യണമോ, വൻപാപങ്ങളൊക്കെ പുറത്തു കിട്ടും. ഏതായിരുന്നാലും പാപങ്ങളെ പുറത്തു തരാൻ, 2 കൊല്ലത്തെ തെറ്റുകൾ മാച്ചു കളയാൻ. ഇവിടെ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു തആല അൻഹു പറയുന്നുണ്ട്, വരാൻ പോകുന്ന 1 കൊല്ലത്തെ പാപവും കഴിഞ്ഞു പോയ 1 കൊല്ലത്തെ പാപവും.
കഴിഞ്ഞു പോയൊരു കൊല്ലത്തെ പാപം ഓൾറെഡി ഓക്കെ, നമ്മൾ ചെയ്തു പോയതാണ്. വരാൻ പോകുന്ന ഫ്യൂച്ചർ ഒരു കൊല്ലം നമ്മുടെ പാപം പൊറുക്കപ്പെടണമെങ്കിൽ നമ്മളിവിടെ ഉണ്ടാകണ്ടേ? നമ്മൾ വലിച്ചു കവറിൽ പോയാൽ പാപങ്ങൾ ഉണ്ടാവുമോ? പിന്നെ പൊറുക്കപ്പെടേണ്ട അവസ്ഥ ഉണ്ടാവുമോ? എന്താ ഇതിൻ്റെ വിശദീകരണം? ഇബ്നു അബ്ബാസ് റളിയല്ലാഹു തആല അൻഹു പറയുന്നുണ്ട്, ഇതൊരു ബിശാറത്താണ്, ഇതൊരു ഗുഡ് ന്യൂസാണ്. എന്താ ഗുഡ് ന്യൂസ്? ഇന്നത്തെ നോമ്പ് കൂലി നഷ്ടപ്പെടാതെ ഒരാൾ ഏറ്റെടുത്താൽ, നോമ്പ് ചുമ്മാ പട്ടിണി എടുത്തിട്ട് കാര്യമില്ല, കൂലി നഷ്ടപ്പെടാൻ പാടില്ല. അങ്ങനെ നോമ്പ് പിടിച്ചാൽ വരാൻ പോകുന്ന ഒരു കൊല്ലം വരെ ഇയാൾക്ക് ആയുസ്സുണ്ടാകും, അതിനിടയിൽ മരണം ഉണ്ടാകില്ല എന്നതിൻ്റെ ഗുഡ് ന്യൂസ്, സുവാർത്ത ബിശാറത്ത് ഇതിനകത്തുണ്ട് എന്ന് ഞാനല്ല പറയുന്നത്, പള്ളിയിലെ ഉസ്താദല്ല, ഇബ്നു അബ്ബാസ് റളിയല്ലാഹു തആല അൻഹുമാ ഇടപെട്ട് സംസാരിക്കുന്നു. അത്രയേറെ പവറുള്ള നോമ്പാ. അതുകൊണ്ട് ഈ നോമ്പിൻ്റെ കൂലി പ്രിയപ്പെട്ടവരെ പോകാൻ നമ്മൾ അനുവദിക്കാൻ പാടില്ല. അറഫ ദിനത്തിൻ്റെ എന്ന് ഒരിക്കലും ചെയ്യാൻ പാടില്ലാത്ത, കാരണം നോമ്പുകാരാണ്, ചെയ്യാൻ പാടില്ലാത്ത കാര്യം തെറ്റുകൾ, മൊത്തത്തിൽ തെറ്റുകൾ ചെയ്യാൻ പാടില്ല. പ്രത്യേകിച്ച് ഏറ്റവും പൊരിശാക്കപ്പെട്ട ഇന്നത്തെ അറഫാ ദിനവും വെള്ളിയാഴ്ച ദിനവും. ഇന്ന് തെറ്റ് ചെയ്യുന്ന ആളുകൾ പ്രിയപ്പെട്ടവരെ ഏറ്റവും വലിയ മോശക്കാരായി പോകും. ഇന്ന് എൻ്റെ പാപം അല്ലാഹു പൊറുക്കില്ല എന്ന് കരുതൽ പോലും വലിയ പാപമാണെന്നാണ് ഉലമാ പറഞ്ഞത്. കാരണം പൊറുക്കുന്ന ഉറപ്പാണ്, മനസ്സങ്ങോട്ട് തുറന്നാൽ മതി. അപ്പോൾ തെറ്റ് ചെയ്യുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം എത്ര മോശമാണ്. ഇന്ന് തെറ്റുകൾ, ഹറാമുകൾ കാണുക, കേൾക്കുക, സംസാരിക്കുക. ഹറാമ് സംസാരിക്കുക എന്ന് പറഞ്ഞാൽ തെറിപ്പാട്ട് പാടാന്നല്ല, വേറൊരാളെക്കുറിച്ച് ഞാൻ പറയാം, സഹോദരനോ ആരും ആയിക്കോട്ടെ, മറ്റൊരാളെക്കുറിച്ചുള്ള സംസാരം ഞാൻ വോയിസ് പറയാം, ആ പറച്ചിൽ അയാൾക്ക് വേദന ഉണ്ടാക്കും, അല്ലെങ്കിൽ അയാൾ അറിഞ്ഞില്ല. തീർച്ചയായും അത് ഏറ്റവും വലിയ അപരാധമാണ്. വ്യഭിചാരത്തേക്കാൾ ഗൗരവമുള്ളതാക്കാൻ ഞാൻ പറയുന്നത് മറ്റൊരാളെക്കുറിച്ച് തെറ്റല്ല, അയാളിൽ ഉള്ള സംഭവമായിക്കോട്ടെ ഞാൻ പ്രസൻറ്റ് ചെയ്യുന്നത് പാടില്ല. അയാളുടെ പൊരുത്തം, അനുവാദം, അല്ലെങ്കിൽ അയാൾ പറയാൻ പറഞ്ഞിട്ട് അല്ലാതെ പറയാൻ പാടില്ല. തെറ്റുക കണ്ടോ? അപ്പോൾ സംസാരം വളരെ സൂക്ഷിക്കണം, നോട്ടം വളരെ സൂക്ഷിക്കണം. നോമ്പാണല്ലോ, ചുമ്മാ നേരം പോക്കിന് ചുമ്മാ എന്തെങ്കിലും വീഡിയോയോ അല്ലെങ്കിൽ കോമഡി ഷോയോ ക്ലിപ്പിങ്ങോ സീരിയലോ സിനിമ ഇങ്ങനെ കാണാമെന്ന് വിചാരിച്ചിട്ടുണ്ടെങ്കിൽ തീർച്ചയായും പ്രിയപ്പെട്ടവരെ ആ കൂലി അങ്ങോട്ട് പോകും. പിന്നെ ഒരു വർഷത്തെ ഓഫറും 2 വർഷത്തെ ഓഫറും ഒന്നും കിട്ടൂല. അത് നഷ്ടപ്പെടാതിരിക്കാൻ, അത് നഷ്ടപ്പെടാൻ വേണ്ടി ഇബ്ലീസ് നന്നായിട്ട് ശ്രമിക്കും. അതുകൊണ്ട് ഒരിക്കലും നമ്മൾ ചെയ്യാൻ പാടില്ലാത്ത കാര്യം, മറ്റൊരാളെക്കുറിച്ചുള്ള കമൻസ് പറയാൻ പാടില്ല, ഹറാമിലേക്ക് നോക്കാൻ പാടില്ല, ഹറാമ് കേൾക്കാൻ പാടില്ല, ഹറാമിലേക്ക് പോകാൻ പാടില്ല, നേരം പോക്കാക്കുന്ന വസ്തുക്കളിൽ പോലും ബന്ധപ്പെടാൻ പാടില്ല. പ്രിയപ്പെട്ടവരെ, അനാവശ്യ സംസാരങ്ങൾ ഒന്നും തന്നെ ഉണ്ടാകാൻ പാടില്ല. അത് പ്രത്യേകം ശ്രദ്ധിക്കണം, എങ്കിലേ കൂലി കിട്ടും. അപ്പോൾ നോമ്പും ഇന്നത്തെ പരിശുദ്ധമായ ദിവസത്തിൻ്റെ എല്ലാ പോരിശയും കിട്ടാൻ വേണ്ടിയുള്ള ദുആയും അതിൻ്റെ സന്ദർഭവും സമയവും എല്ലാം നമ്മൾ പറഞ്ഞിട്ടുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല കൃത്യമായി ഉപയോഗപ്പെടുത്താൻ അല്ലാഹു തൗഫീഖ് നൽകട്ടെ, വിജയത്തിലും സലാമത്തിലുമാക്കട്ടെ. വാഖിറു കലാമി അൽഹംദുലില്ലാഹ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാഹി മാ ശാ അല്ലാഹ് ലാ ഖുവത ഇല്ലാ ബില്ലാഹ് മാ ശാ അല്ലാഹ് കുല്ലു നിഅമതിൻ മിനല്ലാഹ് ما شاء الله الخير كله بيد الله ما شاء الله لا يصرف السوء إلا الله بسم الله ما شاء الله لا قوة إلا بالله ما شاء الله كل نعمة من الله ما شاء الله الخير كله بيد الله ما شاء الله لا يصرف السوء إلا الله بسم الله ما شاء الله لا قوة إلا بالله ما شاء الله كل نعمة من الله ما شاء الله الخير كله بيد الله ما شاء الله لا يصرف السوء إلا الله